ഇതെന്തത്? മാംഗോ ഫ്ലേവർ. ഇതെങ്ങനെ തിന്നണേ? ഇതാണ് ഞങ്ങളുടെ ഹോട്ടല്, റിജൻ ഹോട്ടൽ. റിഗൻ പഴയ ഹോട്ടലാണ്. റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് പോവാം. താങ്ക് യു. ഞങ്ങളുടെ പാവഭാജി ഒന്നും കൂട്ടാണ്ടിരിക്കും. ഞങ്ങളുടെ പാവഭാജി. അയ്യോ തിരക്കോടെ എന്താ തിരക്ക് സുന്ദരവിടെ. ലൈവ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ശിവജി മഹാരാജിൻ്റെ കഥകളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് കാര്യങ്ങൾ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റോളം വരുന്ന ലൈവ് ഷോ ആണ്. ഉച്ചയ്ക്ക് 12:30 1 മണി 2 മണി സമയത്തുള്ള തിരക്കാണ് കേട്ടത്. ഇത്ര ചൂടാണ്, എന്നാലും എന്തൊരു തിരക്കവിടെ അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നല്ലോ. ഇപ്പം നല്ല തിരക്കാണ്. വൈകുന്നേരം ഏതെങ്കിലും തിരക്കുണ്ടാവും. ഇവിടെ ഒരു 8 മണിക്ക് ലൈവ് ഷോ ഉണ്ട്. ഇതിൻ്റെ ശനിയാഴ്ച ഞായറാഴ്ച ലൈവ് ഷോ ഉള്ളത്. പറ്റുമെങ്കിൽ വൈകിട്ട് അത് കാണണം. പിന്നെ ഞാനിവിടെ DSKയുടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ മുംബൈ ദർശനം എടുത്തിട്ടുണ്ട്. അത് 6:30-ക്കാണ്. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഏതായാലും ഞങ്ങൾ പുറത്തേക്ക് കിടക്കട്ടെ. ഞങ്ങളുടെ ഹോട്ടൽ ഇതിൻ്റെ പുറകിലാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. റിജൻ്റ് എന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തണുപ്പായി. റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പോയി എന്തെങ്കിലും കഴിക്കണം. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിക്കണം. ഇവിടെ അടുത്ത ഏതെങ്കിലും വല്ല ഹോട്ടലുണ്ടോയെന്ന് അറിയില്ല, നോക്കി നോക്കണം. ഏതായാലും റൂമിൻ്റെ ഉള്ളിൽ കയറട്ടെ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടല്, റിജൻ ഹോട്ടൽ. റിഗൻ പഴയ ഹോട്ടലാണ്. റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് പോവാം. ടു റൂം. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു അതായത് ഞങ്ങൾ 3-4 പേരുണ്ട്. ഒരാൾക്ക് ഇവിടെ കിടക്കാം, 3 പേർക്ക് ഇവിടെ കിടക്കാം. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്, ലോക്കറുണ്ട്, അവിടെ ഒരു TV. ഇതാണ് ബാത്റൂം. ബാത്റൂമൊക്കെ ക്ലീനാണ്, പ്രശ്നമല്ല. ഷവർ ഏരിയ ഇതിങ്ങനെ. വലിയൊരു മിറർ അവിടെ ഉണ്ട്. ഇവിടെ ഒരു മിറർ. ഈ ഹോട്ടലേ കൊളാബ, അതായത് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ തൊട്ടടുത്ത് താജ് ഹോട്ടലിൻ്റെ നേരെ പുറകിലാണ് ഈ ഹോട്ടൽ. ഞാനത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ബോംബെയിൽ വരുമ്പോൾ നമുക്ക് ഈ സിറ്റിയിലൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുള്ള ഹോട്ടൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ ഈ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്കാണെങ്കിലും ഗേറ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും നടക്കാനുള്ള വഴിയുള്ളൂ. പിന്നെ കൊളാബ കോസ് എന്ന് പറയുന്ന ഷോപ്പിംഗ് ഏരിയ, അതൊക്കെ എല്ലാം അടുത്താണ്. ഇപ്പോൾ വീട്ടി സ്റ്റേഷനിലേക്കാണെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്, ഓട്ടോ വിളിക്കാൻ വേണ്ട. റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഈ വെയിലത്ത് പുറത്ത് പോയിട്ട് വേറെ ഹോട്ടൽസ് അന്വേഷിച്ചിട്ട് വയ്യ. അപ്പോൾ ഒരു 3 വെജ് ഫ്രൈഡ് റൈസും വെജ് സാലഡ്, പിന്നെ 2
വെജ് കറി ഇത്രയും സാധനങ്ങൾ പറഞ്ഞു കഴിക്കാൻ പോവാം. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത് എനിക്ക് ഇത്രയൊന്നും വേണ്ട. അയ്യോ നല്ല ഫ്രൈഡ് റൈസാണ്. നല്ല അത് പിടിക്കും. ഇത് പിന്നെ ഒരു വെജ് കറിയാണ്. ഒരു എഗ് മസാല പറഞ്ഞു. പിന്നെ ഇത് വെജ് കറി, അത് വെജ് സാലഡ് വെറുതെ നല്ല ഫുഡാട്ടോ. കുഴപ്പമില്ല, അവരിപ്പോൾ ഉണ്ടാക്കി കാരണം ഇവിടെ ആവശ്യത്തിന് പറഞ്ഞ അപ്പം ഉണ്ടാക്കി തരുന്നതാ. ടേസ്റ്റിയാണ്. ചെറിയ റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ 3 ഫ്രൈഡ് റൈസാണ് പറഞ്ഞല്ലോ, 4 ആളെ കൂടിയിട്ട്. അത് തന്നെ നല്ല ഹെവി ആയിരുന്നു. വലിയ അവിടെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടം പിന്നെ പ്ലേറ്റ് കഴുകി വെച്ച പോലെ ആയിരിക്കും, അങ്ങനെ കുഴപ്പമില്ല. സാലഡൊക്കെ കൊള്ളാം, നല്ല ഭക്ഷണം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നേരെ ചവപ്പാട്ടി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഗേറ്റ് വേ ഇന്ദിര അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ ഊബർ എടുത്തു, നേരെ ചവപ്പാട്ടി ബീച്ചിലേക്ക് പോവാം. റോഡിലൊക്കെ ബ്ലോക്ക് തന്നെയാണ്. എല്ലാത്തിലും റോഡ് ബ്ലോക്ക് തന്നെ. ഇന്ന് ശനിയാഴ്ച കാരണം തിരക്ക് കൂടുതലുണ്ടാവും ചിലപ്പോൾ, അതായിരിക്കാം. പിന്നെ വൈകുന്നേരം ആയില്ലേ. ഏതായാലും ബോംബെയിലുള്ള ഒരു ഇടിപിടിയുള്ള യാത്രയാണ്. ബോംബെയിൽ വന്നിട്ട് രണ്ട് ദിവസത്തെ. അതായത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ചവപ്പാട്ടി ബീച്ചിലെത്തിയതിനു ശേഷം ബാക്കി. മറൈൻ ഡ്രൈവ് എന്നത് വാങ്കഡെ സ്റ്റേഡിയം ഭാഗത്ത് അപ്പുറത്ത് എവിടെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചവപ്പാട്ടി ബീച്ചിൽ വന്ന് ഇറങ്ങി. ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് ലക്ഷദ്വീപിലെ ബീച്ചൊക്കെ കണ്ടു വരുമ്പോൾ ലക്ഷദ്വീപിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര നീല നിറല്ലേ. ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നാണ് വരണത്. ക്രൂയിസ് ട്രിപ്പ് കഴിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്ന് പറഞ്ഞ കാരണം അവിടുത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നിറയെ പ്രാവുകളാട്ടോ, നിറച്ച് പ്രാവാണ്. അതാണ് ബീച്ച്. ശരിക്കും ഇവിടെ കുറച്ച് വൈകിട്ട് വരണം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് വൈബ് വരുള്ളൂ. ഇവിടെ ഈ ചാട്ട് മസാലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അങ്ങനെ എനിക്ക് ചാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ പാവ് ഭാജി അല്ലെങ്കിൽ പാനിപ്പുരി ഇതൊക്കെ, അതൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. ഏതായാലും ബീച്ചിൻ്റെ അത് വരെ പോയി വരാം. ഇവിടെ ആളുകൾ മുഴുവൻ പായയൊക്കെ കൈ പിടിച്ചിട്ടാണ് വരുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല. ബീച്ചിൻ്റെ അവിടെ നിന്ന് പോട്ടെ. ഈ ബീച്ച് ശരിക്കും ഇവിടുത്തെ ബോംബെയിലെ പേരുള്ളൊരു ബീച്ചാണ്, ചവപ്പാട്ടി ബീച്ച് കൊണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, വെള്ളം ഇത്രയും ഇങ്ങനെ ചളിയായിട്ട് വരണ മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ പോയി കേരളത്തിൽ കാണില്ല ഇങ്ങനെ ചളി കാണില്ല. ഇത് വെള്ളത്തിൽ അത്രയധികം ഭയങ്കര ചളിയാണ് വെള്ളത്തിൽ മുഴുവൻ. ആളുകൾ അതിൽ കുളിക്കുന്നുമുണ്ട്. ശരിക്ക് വേസ്റ്റൊക്കെ വന്ന് അടിയുന്നുണ്ട്. ഇത് അറിഞ്ഞൂടെ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. വേസ്റ്റൊക്കെ വെള്ളത്തിൽ വേസ്റ്റ് വന്ന് അടിഞ്ഞൊക്കെ കാണിച്ചു തരാം. ഇത്രയും ചളി വെള്ളമാണ്.
ഒക്കെ ചളിയായിരുന്നു കണ്ടില്ലേ, ചളി വെള്ളമാണ് മുഴുവൻ വരുന്നത്. അത്ര ചളി വെള്ളം, ഒരു രക്ഷയില്ല. ചുമ്മാ ബീച്ച് കാണാൻ വെച്ച് തോന്നുന്നല്ലോ. അതായാലും ഒരു മണിക്കൂറോടെ നടക്കാം. ഇത്രയും വേസ്റ്റാണ് വന്ന് കിടക്കണേ, മുഴുവൻ വേസ്റ്റാണ്. ആളുകൾ അതിലാണ് കിടന്ന് അവിടെ അപ്പുറത്ത് കിടന്ന് കുളിക്കണേ. ഒരു ബോംബെയിലെ ബീച്ചിലെ അവസ്ഥയാണ് കേട്ടത്. ഞങ്ങളിവിടെ ചൗപ്പാട്ടി ബീച്ചിലെ ഇവർ പാനിപ്പൂരി കഴിച്ചു കുട്ടനാട്ടില്. ഞങ്ങളൊരു പിന്നെ നമ്മളത് കഴിച്ചേ ഒരു മക്ക കോഫി കഴിച്ചു. ഇനിയിപ്പോൾ ഒരു പാവ് ഭാജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കഴിക്കണ്ടേ, പാവ് ഭാജി ഇങ്ങനെ കഴിക്കേണ്ട പറ്റില്ല. അപ്പോൾ ഒരു പാവ് ഭാജി പറഞ്ഞിട്ടുണ്ട് വരട്ടെ. എൻ്റെ ചൗപ്പാട്ടി ബീച്ചിലെ പാവ് ഭാജിയുടെ ടേസ്റ്റ് ഒന്ന് കണ്ട ആൾക്കാർ വലിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചൗപ്പാട്ടി ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പാവ് ഭാജി കഴിക്കണം, പാനിപ്പൂരി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. ഇതാണ് ഇരിക്കല്ലേ ഞങ്ങളുടെ പാവ് ഭാജി ഒന്ന് കൂട്ടാങ്ങളിരിക്കും. ഞങ്ങളുടെ പാവ് ഭാജി ചൗപ്പാട്ടി ബീച്ച് ഒന്ന് പാവ് ഭാജി കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. പാവ് ഭാജി എടുക്കുക എന്നാ അതെടുത്തോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഞാൻ എടുക്കാം. കൊള്ളാം, ഭയങ്കര വൈബാണ് കേട്ടോ. ആളുകൾ ത്രൂ ഔട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുട്ട അവിടെ എന്തൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, തണുത്ത എന്താ പേര് പറഞ്ഞു തന്നെ ഐസ് ഗോല പറഞ്ഞിട്ടുണ്ട്. ഇതെന്തത്, മാംഗോ ഫ്ലേവർ. ഇതെങ്ങനെ കഴിക്കുക, ഇത്ര അധികം ഇതെങ്ങനെ തിന്നണേ? ഐസ് ഗോല എന്നാണ് മേടിക്കുക. അതെങ്ങനെ തിന്നറിയില്ല. അത് മുക്കണം, അതിൻ്റെ ഉള്ളിൽ സിറപ്പ് കിട്ടണം. ആളുകളൊക്കെ വിളിച്ച് കയറ്റാണ് അങ്ങോട്ടങ്ങോട്ട്, പിടിച്ചു വലിച്ചുകൊണ്ട് വരാറുണ്ടോ. ചൗപ്പാട്ടി ബീച്ചിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഒരു യൂബർ എടുത്തു. ഇനി ഹെറിറ്റേജ് ബസ് ഉണ്ട്, അതിൻ്റെ അവിടെ പോവാം. അത് 6:30ക്കാണ്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 പേർക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു 1.5 മണിക്കൂറോളം ബോംബെ കൂടെയുള്ളൊരു യാത്ര. അപ്പം അങ്ങോട്ട് പോവാം. അത് 6:30ക്കാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 6:15 അങ്ങോട്ട് എത്തും. നമ്മൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് വൈകുന്നേരമായി കാരണം. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ ഓൺലൈനിൽ ബുക്ക് മൈ ഷോയിലാണ് ഞാനത് ബുക്ക് ചെയ്തത്. ബെസ്റ്റ്, അതായത് ബോംബെ ബസ് സർവീസിൻ്റെ ഒരു ഹെറിറ്റേജ് ടൂർ എന്നുണ്ട്. ഒരു 1.25 മണിക്കൂറുണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത് അപ്പർ ഡെക്കിൽ ഇരുന്ന് നമുക്ക് പോവാം. അപ്പോൾ ഞാനത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്തു. ഇത് വരുന്ന സ്ഥലം തന്നെ ഇത് SPM ചൗക്ക് മ്യൂസിയത്തിന് തൊട്ടടുത്താണ് ഈ ബസ് വരുന്നത്. നമുക്കിത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാം. അല്ലാതെ അവർ കൗണ്ടർ കൂടെ ഉണ്ട്. കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അപ്പം ടിക്കറ്റ് കിട്ടും. പക്ഷെ അത് അവൈലബിൾ ആണെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് സീറ്റ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫുള്ളാണെങ്കിൽ സീറ്റ് കിട്ടില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അതാകുമ്പോൾ ഏകദേശം 4 ആൾക്കും കൂടി 600 രൂപ. ഈ ബസ് ഇലക്ട്രിക് ബസ്സാണ്. ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂറോളം യാത്ര ചെയ്ത് സീലിംഗ് റോഡ് വഴിയൊക്കെ പോയി തിരിച്ച് ഇങ്ങോട്ട് വരും. 6:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. 6:30ക്ക് പോയി ഒരു 7-7:45 തിരിച്ചു വരും. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. വന്നേക്കുണ്ട്. ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളതായാലും ഇല്ല, നമുക്ക് മുകളിലേക്ക് കയറാം. ആൾക്കാർ കയറുന്നില്ലേ?
ഇതെന്തിനാ? ഇത് കൊള്ളാം. ആ AC ഇറക്കിയുണ്ട്. അടിപൊളി. 23, 24, 25, 26. കുഴപ്പമില്ല. ബസ് ഒരു AC ഓൺ ചെയ്തിട്ടില്ല. വണ്ടി സ്റ്റാർട്ടായാലും AC ഉണ്ടാവുള്ളൂ. ചുട്ടിട്ടിരിക്കാൻ വയ്യ. ഇത് കൊള്ളില്ലേ? നീ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പ്രതികരിക്കണം. ഇതിലേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ എത്രയും നേരത്തെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ സീറ്റൊക്കെ കിട്ടുള്ളൂ. ആദ്യം അവർ വരുന്നു, അവർക്ക് ആ സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയത് 23, 24, 25, 26 കുറച്ച് ബാക്കിലെ സീറ്റാണ്. മുമ്പിലുള്ള സീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും കൂടി കാണാമായിരുന്നു. ഇത് കുഴപ്പമില്ല, പക്ഷെ ചെറിയൊരു കാശുണ്ട്. നമുക്ക് അത്യാവശ്യം ബോംബെയിലെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബസ്സിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് കാണാം. AC ബസ്സാണ്, ഇലക്ട്രിക് ബസ്സാണ്. ഏതൊരു അടിപൊളി. ഇത് ഓൺലൈൻ കൂടെ ചെയ്തേട്ടോ ഞാൻ. ഓൺലൈനിൽ നമുക്ക് ഹെറിറ്റേജ് ബെസ്റ്റ് BST ഹെറിറ്റേജ് ടൂറും മുംബൈയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് അത് ബുക്ക് മൈ ഷോയിലുണ്ട്. ബുക്ക് മൈ ഷോയിൽ കൂടെ നമുക്കത് അവരുടെ ആപ്പ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമ്മൾ ഇവരുടെ കൗണ്ടർ ഉണ്ട് ഇവിടെ ഈ SPM ചൗക്ക് ബോംബെയിൽ, അതായത് കൊളാബയുടെ അടുത്താണ് സ്ഥലം. അവിടെ കൊണ്ടുവന്ന് അത് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ സീറ്റ് അലോ ചെയ്യും. ഞങ്ങളങ്ങനെ കയറി 23, 24, 25, 26 4 സീറ്റ്. ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. AC ഒക്കെ നല്ല തണുപ്പുണ്ട്. കുഴപ്പമില്ല. കണ്ട് മുംബൈ നഗരം കണ്ട് നടക്കാം. നമ്മൾ ഉച്ചയ്ക്ക് നടന്നു പോയ സ്ഥലം. ഓയ്യോ തിരക്കോടെ എന്താ തിരക്ക് സുന്ദരവിടെ. ഇതും മറൈൻ ഡ്രൈവില് തിരക്കാ. ശനിയാഴ്ച കാരണം റോഡ് ബ്ലോക്ക്. ബസ് 1.25 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ തോന്നുന്നില്ല. ഒന്നേകാൽ മണിക്കൂർ യാത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. 1.25 മണിക്കൂറായി. നീ എത്തിയിട്ടില്ല. നമ്മളെ കയറ്റിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല. റോഡ് അത്രയും ബ്ലോക്ക്. ശനി ഞായറൊക്കെ ഉള്ള ബ്ലോക്കാണ് റോഡില്. ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാ. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, ടൗൺ ഹാൾ. തിരിച്ച് ഞങ്ങൾ കയറുമ്പോഴത്തേക്കിന് എത്തിയിട്ടുണ്ട്. ഒരു ഏകദേശം 1.5-1.25 മണിക്കൂറോളം AC ബസ്സിലിരുന്ന് കുഴപ്പമില്ല. കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ബസ്സിലിരുന്ന് ഇങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്നിട്ടുള്ളൊരു യാത്ര. അതിൽ ഇറങ്ങട്ടെ. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് തോന്നുന്നു. നിൽക്കട്ടോ, നോക്കിയിട്ട് മതി.
ഹലോ ഹലോ. അങ്ങനെ ഞങ്ങൾ കയറിയോടെ തന്നെ ഒന്ന് ഇറങ്ങി. ഇതാണ് ആ ബസ്സിൻ്റെ കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ബസ്സിൻ്റെ കൗണ്ടറാണിത്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ എല്ലാ ദിവസവും രാത്രി 8 മണി 8:30 ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എൻ്റെ ബാക്കിലാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ. ഇത് മറാത്തിയിലുണ്ട്, പിന്നെ ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇതിപ്പോൾ കേൾക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇവര് ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ. ആളുകൾ ഇങ്ങനെ ഭയങ്കര തിരക്ക് കണ്ടില്ലേ. അപ്പുറത്ത് താജ്. ഇതിലിങ്ങനെ ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ശിവജി മഹാരാജിൻ്റെ കഥകളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് കാര്യങ്ങൾ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റോളം വരുന്ന ലൈറ്റ് ഷോ ആണ്. ബോംബെയിൽ വരുന്ന ആൾക്കാർ ഇത് വന്ന് കാണാൻ ശ്രമിക്കും. ശനി ഞായറുള്ളൂ എന്നാണ് ഞാനിവിടുന്ന് മനസ്സിലാക്കിയത്. എല്ലാ ദിവസവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ശനി ഞായറാണ് ഈ ഷോ ഉള്ളത്. എല്ലാ ദിവസവും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് 8 മണിക്കുണ്ട്, 8:30-ക്കുണ്ട്. അങ്ങനെ 2 ഷോകളാണ്. ഏതായാലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ കറക്കം ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി വല്ല ഫുഡൊക്കെ അടിച്ച് റൂമിൽ പോകണം. ഇവിടെ എല്ലാവരും സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ പുറകിൽ ഞങ്ങളൊന്ന് പോയി വന്നല്ലോ. അങ്ങനെ നടക്കുക. ഇത് കഴിഞ്ഞിട്ടാ കഴിഞ്ഞു. ഇവിടെ ഈ വഴി ക്ലോസ് ചെയ്തിട്ടേക്കാം. ഇതിലൊക്കെ വല്ല റിനോവേഷൻ നടക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കാം. പോലെ ശരി, ബായ്. ഇന്നത്തേത് കഴിഞ്ഞു. നടത്തൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. റൂമിൽ പോയിട്ട് കാണാം. ബായ്.